സുഹൃത്തുക്കളെ, സ്വാഗതം. ഏവരെയും എവരിത്തിങ് ഹാപ്പിനെസ് ചാനലിലേക്ക് സ്വാഗതം ചെയ്യും. സുഹൃത്തുക്കളെ, ഈ നടന്ന കേരള അസംബ്ലി ഇലക്ഷനിൽ നമ്മളെല്ലാവരും കണ്ടു, അസത്യത്തിന് എതിരായിട്ട് സത്യത്തിനുള്ള വിജയം. പ്രബുദ്ധരായ കേരള ജനതയ്ക്ക് നമ്മൾക്ക് ഏവർക്കും ഒരു ബിഗ് സല്യൂട്ട് കൊടുക്കാം. എന്തുകൊണ്ടാണ് കേരള ജനതയ്ക്ക് ഒരു ബിഗ് സല്യൂട്ട് കൊടുക്കണം എന്ന് പറയാൻ കാരണം, ജനാധിപത്യ വിശ്വാസികളായ നമ്മുടെ കേരള ജനത LDF ഗവൺമെൻറ്റിൻ്റെ അഴിമതിക്കെതിരെ, ആ ധാർഷ്ട്യത്തിനെതിരെ ചരിത്രപരമായ ഒരു വിധിയെഴുത്താണ് നടത്തിയത്. ആ വിധിയെഴുത്ത് ഇടതുപക്ഷവും വലതുപക്ഷവും ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല. ഇടതുപക്ഷം ഒട്ടും പ്രതീക്ഷിച്ചിരുന്നില്ല. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പത്രസമ്മേളനം വിളിക്കുന്നതിനും എങ്ങനെയെങ്കിലും ഒരു 71-72 സീറ്റ് ഒപ്പിച്ചുകൊണ്ട് വീണ്ടും മൂന്നാം ഭരണത്തിൽ കയറുമെന്നായിരുന്നു എല്ലാവരും പ്രതീക്ഷിച്ചിരുന്നത്. പക്ഷേങ്കിൽ പ്രത്യേകിച്ച് ഇടതുമുന്നണി ഭരണത്തിനു വേണ്ടി കൊതിച്ചിരുന്ന UDF ഇത്രയും സീറ്റ് കിട്ടുമെന്ന് ആരും പ്രതീക്ഷിച്ചിരുന്നില്ല. VD സതീശൻ മാത്രം ഒരു പ്രതിപക്ഷ നേതാവെന്നുള്ള നിലയ്ക്ക് ഒരു മേനിക്ക് അങ്ങ് പറഞ്ഞു, 100-ൽ പരം സീറ്റുകൾ കിട്ടും, ഇല്ലെങ്കിൽ ഞാൻ വനവാസത്തിന് പോകുമെന്ന്. ഈ പ്രാവശ്യവും ഭരണത്തിൽ വന്നില്ലെങ്കിൽ കോൺഗ്രസ് കേരളത്തിൽ വനവാസത്തിന് തന്നെ പോകേണ്ടി വരുമായിരുന്നു. അതായിരുന്നു ഏകദേശം, അണികളെല്ലാം കൊഴിഞ്ഞു പോകും, സ്ഥിതിവിശേഷം വളരെ മോശമായിരുന്നു. പക്ഷേ കേരളത്തിലെ സാമാന്യ ജനത, ചിന്തിക്കുന്ന ജനത, യുവാക്കളും യുവതികളും സ്റ്റുഡൻസും ജോലി അന്വേഷകരും ഉദ്യോഗസ്ഥന്മാരും എന്ന് വേണ്ട എല്ലാവരും തന്നെ ഈ പിണറായി വിജയൻ എന്ന ചീഫ് മിനിസ്റ്ററിൻ്റെ ധാർഷ്ട്യം നിറഞ്ഞ ഭരണത്തിൽ എല്ലാവരും അസംതൃപ്തരായിരുന്നു. ശരിക്ക് ഈ ഇലക്ഷൻ ഒരു ഗവൺമെൻറ്റിനെതിരായിട്ടുള്ള, പിണറായി വിജയൻ ഗവൺമെൻറ്റിനെതിരായിട്ടുള്ള ഒരു വിധിയെഴുത്താണ്. ഇടതുപക്ഷ ചിന്താഗതിക്കാരെ തന്നെയാണ് വോട്ട് ചെയ്തിട്ടുള്ളത് കണ്ടു. ഇടതുപക്ഷയുടെ കോട്ടകളിൽ പയ്യന്നൂര്, മട്ടന്നൂരൊക്കെയുള്ള നമ്മുടെ കണ്ണൂർ ജില്ലയിലെ, ആലപ്പുഴ ജില്ലയിലുമൊക്കെ തോറ്റമ്പുന്നതായ ഒരു സാഹചര്യമാണ് കണ്ടത്. അതോടൊപ്പം തന്നെ ഈ ഇലക്ഷനിൽ 1-2 വ്യക്തികൾ തോറ്റുപോയതിൽ വളരെയധികം സന്തോഷം. ഒന്ന് നമ്മുടെ പത്തനാപുരം ഗണേഷ് കുമാർ, നമ്മുടെ മന്ത്രി, ഈ ട്രാൻസ്പോർട്ട് മന്ത്രി. അദ്ദേഹത്തിൻ്റെ അച്ഛൻ്റെ കാലം മുതൽ നിരന്തരമായി ജയിക്കുന്ന ഒരു സീറ്റാണ്. അവിടെ 5 ടൈംസ് 25 വർഷമായിട്ട് അദ്ദേഹമാണ്, അദ്ദേഹത്തിൻ്റെ പാർട്ടിയാണ് അവിടെ ജയിക്കുന്നത്. പത്തനാപുരം ചാമക്കാല അവിടെ വർക്ക് ചെയ്തുകൊണ്ട് ആ ധാർഷ്ട്യത്തിന് ഒരു മറുപടി കൊടുത്തു. അതോടൊപ്പം തന്നെ ഒരുപാട് നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യുന്ന ഒരിതാണ് അമ്പലപ്പുഴ വിജയം. പാർട്ടിയിലെ സീനിയർ നേതാക്കന്മാരെ കരിവേപ്പില പോലെ എഴുതിത്തള്ളി ആ പാർട്ടിയുടെ ധാർഷ്ട്യത്തിന് ഒരു മറുപടി കൊടുത്തുകൊണ്ട് അവരവിടെ ജയിച്ചു കയറി എന്ന് പറയുന്നത് വളരെയധികം അപ്രീഷിയേറ്റ് ചെയ്യേണ്ടതാണ്. ആ വോട്ട് ഭൂരിഭാഗവും ഇടതുപക്ഷത്തിൻ്റെ വോട്ടുകൾ തന്നെയാണ്. ചുരുക്കി പറഞ്ഞാൽ കേരള ജനത ഇടതുപക്ഷം നശിക്കരുതെന്നുള്ള ആഗ്രഹത്തോടു കൂടിയാണ്. കമ്മ്യൂണിസം എന്ന് പറഞ്ഞ് കമ്മ്യൂണലിസം നടപ്പാക്കി, അതായത് വർഗീയത നടപ്പാക്കിക്കൊണ്ട്, ഭൂരിപക്ഷ വർഗീയതയെ വളർത്തിക്കൊണ്ട് എങ്ങനെയെങ്കിലും വീണ്ടും അധികാരത്തിൽ വരിക എന്നുള്ള ഒരു പരിപാടിയാണ് ഇവിടെ നോക്കിയത്. ഈ മൂന്നാം ടൈമിൽ അധികാരത്തിൽ വന്നു, ഇനി ഒരിക്കലും കോൺഗ്രസ് വരില്ല, അല്ലെങ്കിൽ UDF വരില്ല എന്നുള്ളൊരു ചിന്താഗതിയാണ് ഈ മുകൾ തലത്തിൽ, താഴെത്തട്ടിലല്ല മുകളിൽ തട്ടിലുള്ള ഭരണാധികാരികളും ഉദ്യോഗസ്ഥ വൃന്ദങ്ങളും വിചാരിച്ചത്. കോൺഗ്രസ്സിലൊക്കെ തമ്മിത്തല്ലാണ്, അവർ യോജിക്കില്ല, അതൊരു ചിഹ്ന ഭിന്നമായി പോകും, ഇനി ഒരിക്കലും കോൺഗ്രസ് അധികാരത്തിലുണ്ടാവില്ല, 3, 4, 5 പ്രാവശ്യം മധ്യപ്രദേശിൽ BJP ഭരിക്കുന്നത് പോലെ കേരളത്തിൽ സ്ഥിരമായിട്ട് നമ്മുടെ പാർട്ടി, അതായത് ഈ ധാർഷ്ട്യ പാർട്ടി ധാർഷ്ട്യമായിട്ട്
കമ്മ്യൂണിസമല്ല, ഒരു വിഷവുമില്ലാതെ കമ്മ്യൂണിറ്റിസം, വർഗീയത നടപ്പാക്കിക്കൊണ്ട് ജയിച്ചു കയറാമെന്നാണ് വിചാരിച്ചിരുന്നത്. പക്ഷേ കേരളത്തിലെ ജനങ്ങൾ ചിന്തിച്ചു, പ്രബുദ്ധരായ കേരള ജനത ചിന്തിച്ചു. അവർ കണ്ടു കേരളം നാർക്കോട്ടിക്സ് മാഫിയയുടെ പിടിയിലകപ്പെടുന്നു. സ്കൂളുകളും കോളേജുകളിലും അധ്യാപകർ വിദ്യാർത്ഥികളെ ഭയപ്പെടുന്നു. അവിടെയെല്ലാം പൊളിറ്റിക്കലൈസേഷൻ നടക്കുന്നു. എല്ലാ തരത്തിലുമുള്ള അഴിമതി കൊണ്ട് ജനം മുടിഞ്ഞു. ഗൾഫിൽ നിന്ന് ആളുകൾ പണം അയക്കുന്നത് നിർത്തി. ഗവൺമെൻറ് കടം കയറി മുടിഞ്ഞു. ഗവൺമെൻറ് തലത്തിൽ തന്നെ ഒരു കള്ളക്കമ്പനി ഉണ്ടാക്കിയിരിക്കുകയാണ്, ഊരാളുങ്കൽ സൊസൈറ്റി. എന്ത് പേരാണത്, എന്ത് ഊരാളുങ്കൽ, ഊരുക, അത് തന്നെ അതിൻ്റെ അർത്ഥം തന്നെ. വേറെ ഒരു ഗവൺമെൻറ് സൊസൈറ്റിക്കാണ് ഇങ്ങനത്തെയൊക്കെയുള്ളൊരു പേരിട്ട് കൊണ്ടിട്ട് അതായത് ഒരു തട്ടിപ്പ് പ്രസ്ഥാനം തട്ടിക്കൂട്ടിക്കൊണ്ട് ഗവൺമെൻറ് പണം കൊള്ളയടിക്കുന്നു. ഗവൺമെൻറ്റിലെ എല്ലാ ഗവൺമെൻറ്റിലും കുറച്ച് അഴിമതിയൊക്കെ ഉണ്ടാവും, എന്നാൽ ഇങ്ങനെയുണ്ട് ഒരു അഴിമതി ഏത് തരത്തിലും. അതായത് ജനങ്ങൾക്ക് വേണ്ടിയല്ല ഭരിക്കുന്നത്, പാർട്ടികളും കിങ്കരന്മാർക്കും പിണിയാളുകൾക്കും അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ട് പുറംവാതിൽ നിയമനവും. സത്യമെന്ന് പറയുന്നത് ഇല്ല എന്നാണ് പ്രമുഖ IASകാരും ഗവൺമെൻറ്റിൻ്റെ ഭാഗമായിരിക്കുന്നവരും തന്നെ വെളിപ്പെടുത്തിയത്. ഇങ്ങനെ നാനാ തരത്തിലുമുള്ള, സാധാരണഗതിയിൽ എവരി 5 years ഗവൺമെൻറ് ചേഞ്ച് ചെയ്യുന്നതാണ്, അത് നടന്നില്ല. 10 yearsആയി. പ്രൊപ്പഗൻഡ മെഷീനറി, ഗീബിൾസിൻ്റെ നുണയൻ തന്ത്രങ്ങളെ പോലെ ഇത് എല്ലാ രാജ്യങ്ങളിലും ഉണ്ട്. പ്രത്യേകിച്ച് കമ്മ്യൂണിസ്റ്റ് രാജ്യങ്ങളിലും കമ്മ്യൂണിസത്തിൽ ആളുകളെ ഭയപ്പെടുത്തിക്കൊണ്ട് ഭീഷണിപ്പെടുത്തിക്കൊണ്ട് പ്രൊപ്പഗൻഡ മെഷീനറികൾ. നോർത്ത് കൊറിയയിലൊക്കെ നമുക്ക് കാണാം. നോർത്ത് കൊറിയയിലെ കിമ്മിനെ പോലെ തന്നെ, ചൈനയിലെ ഷീനെ പോലെ തന്നെ ഒരു ഗവൺമെൻറ് ഒരിത്. പക്ഷേ ഇത് കുറച്ച് ബുദ്ധിയുള്ള ജനങ്ങൾ പഠിക്കുന്നതും വായിക്കുന്നതും മറ്റുള്ള പൊതുസമൂഹത്തിൽ വർക്ക് ചെയ്യുന്നതുമായ ആളുകൾക്ക് മനസ്സിലായി അത്യാപത്തിലേക്കാണ് കേരളത്തിൻ്റെ പോക്ക്, ഇതിനൊരു മാറ്റം വരണം. അതിനാൽ നമ്മുടെ ഗവൺമെൻറ് മാറിയേ പറ്റൂ. അതിനുവേണ്ടി ഒരു പാർട്ടിയും വിചാരിക്കാതെ മാത്രം ജനങ്ങൾ നല്ല രീതിയിൽ പുറത്തിറങ്ങി നന്നായിട്ട് വോട്ട് ചെയ്തു. ആ വോട്ടിൻ്റെ ഫലമാണ് അപൂർവമായ ഇതോടുകൂടി 102 സീറ്റ് മേടിച്ചുകൊണ്ട് UDF അധികാരത്തിൽ വന്നു. പക്ഷേ UDF അധികാരത്തിൽ വന്നെങ്കിലും അവർ ഇപ്പോൾ ചർച്ചയും മീറ്റിംഗ് ആയിട്ട് നടക്കുകയാണ്. പെട്ടെന്നൊരു മുഖ്യമന്ത്രിയെ കണ്ടുപിടിക്കാൻ വേണ്ടി കഴിയുന്നില്ല. ഇതൊക്കെയാണ് ഇവരുടെ കുഴപ്പം. മുഖ്യമന്ത്രി ഒരു ഗവൺമെൻറ് അല്ല, UDFൻ്റെ ഒരു മുഖ്യമന്ത്രി എന്തായാലും ഒരു ഏകാധിപതിയോ അല്ലെങ്കിൽ ഒരു ഏകഛത്രപതി ഭരണമൊന്നും നടക്കുകയല്ല. അപ്പോൾ പ്രധാനപ്പെട്ട വകുപ്പുകൾ വീതം വെച്ചുകൊണ്ട് എത്രയും പെട്ടെന്ന് ഒരു ഗവൺമെൻറ് ഉണ്ടാക്കി ജനങ്ങൾക്ക് മാതൃക കാണിക്കുകയാണ്, അല്ലെങ്കിൽ മറ്റുള്ള ഗവൺമെൻറ്റുകൾക്ക് മാതൃക കാണിക്കുകയാണ് വേണ്ടത്. അതുണ്ടാകുമെന്ന് നമുക്ക് വിശ്വസിക്കാം. സുഹൃത്തുക്കളെ, എന്താണ് ഈ 10 കൊല്ലമായി ഭരിക്കുന്ന ഗവൺമെൻറ്റിനെ തോൽവിയിലേക്ക് നയിച്ച? അത് കപ്പൽ ആടി ഒലികയല്ല ചെയ്തത്, കപ്പൽ മുങ്ങിപ്പോവുകയല്ല ചെയ്തത്. കപ്പലിൽ ടോർപിഡോ വീണ് പൊട്ടിത്തെറിക്കുകയാണ് ചെയ്തത്. എല്ലാം തീർന്നു. 13 മന്ത്രിമാർ മുങ്ങി. ജയിച്ചവർ തന്നെ കഷ്ടപ്പെട്ട് ജയിച്ചു എന്ന് പറയാൻ പറ്റില്ല. ഭയങ്കര ഭൂരിപക്ഷത്തിൽ ജയിച്ച പ്രമുഖന്മാർ അവരുടെ PR വർക്കും മണി പവറും ഗുണ്ടാ പവറും എല്ലാം ഉപയോഗിച്ചിട്ട് ആണ് ഇങ്ങനെയൊക്കെയോ തട്ടിക്കൂട്ടി ജയിച്ചു. അത്രയേ ഉള്ളൂ ഭൂരിപക്ഷം. എങ്കിലും ഇത് ധാർഷ്ട്യത്തിനും അഹങ്കാരത്തിനും ബുദ്ധിയില്ലായ്മയ്ക്കും PR വർക്കിനും സ്തുതിപാഠകർക്കും ഒക്കെയുള്ള ഒരു പാഠമാണ്. നല്ല ഭരണം ജനങ്ങൾക്ക് വേണ്ടി കാഴ്ചവെച്ചില്ല, ജനങ്ങളെ ബുദ്ധിമുട്ടിലാക്കി പാർട്ടി വൃത്തങ്ങളും ഉന്നത ഗവൺമെൻറ് ഉദ്യോഗസ്ഥന്മാരും എല്ലാം തട്ടിയെടുത്തുകൊണ്ട്. ഇവിടെയൊന്നും ആശുപത്രികളില്ല. ഈ പറയുന്ന ഈ വ്യക്തികളുടെ MLAമാരുടെ ഇവരുടെയൊക്കെ മക്കളും കൊച്ചുമക്കളും ബന്ധുക്കളും ഒക്കെ പഠിക്കുന്ന എവിടെയാണ്? അവരെവിടെയാണ് ആശുപത്രിയിൽ പോകുന്നത്? ഒക്കെ വിദേശത്ത്. അതായത് ന്യായവും നീതിയും ഉള്ളിടത്താണ് പോകുന്നത്, സത്യമുള്ളിടത്താണ് പോകുന്നത്, ജീവനിൽ ഭയമില്ലാത്തടത്താണ് പോകുന്നത്. അതായിരുന്നു സ്ഥിതി. ഇതൊക്കെ പൊതുജനങ്ങൾ വാച്ച് ചെയ്യുന്നുണ്ട്, കാണുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ ആണ് ഈ തോൽവിക്കുള്ള പ്രധാന കാരണം. സുഹൃത്തുക്കളെ, ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് ഒന്നാമത്തെ കാര്യം, ഈ ഗവൺമെൻറ് പരാജയപ്പെടുള്ള ഒന്നാമത്തെ കാര്യം, ഫസ്റ്റ് കാര്യം അഴിമതി തന്നെ, നമ്പർ 1. നമ്പർ 2, അതിഭയങ്കരമായ ഒരു കൊള്ളയാണ്. എല്ലാം KLാണ് തുടങ്ങുന്നത്. എല്ലാം കൊള്ളയാണ്. ഇപ്പോൾ നമുക്ക് കാണാം കൊള്ള റെയിൽ, റെയിൽ പ്രൊപ്പഗൻഡ മെഷീനറിയോടുകൂടി കേരളത്തിൻ്റെ നടുക്കൂടെ ഒരു സെമി സ്പീഡ്, അതായത് അധികം സ്പീഡൊന്നുമില്ല, സെമി സ്പീഡ് റെയിൽവേ കൊണ്ടുവന്ന് സ്ഥലം അക്യൂർ ചെയ്ത് മഫിയ ഗുണ്ടാപ്രവർത്തനം സാധാരണ ജനങ്ങളുടെ അടുപ്പിൽ കൊണ്ടുപോയി കുറ്റി കൊണ്ട് കുഴിച്ചിട്ട്
കോടിക്കണക്കിന് രൂപ കമ്മീഷനും അടിച്ചു മാറ്റി അവിടെ കൂടെ കേരയിൽ കൊണ്ടുവരും. എവിടെ കേരയിൽ നടക്കും? കേരയിൽ കൊണ്ടുവന്നു കഴിഞ്ഞാലും അത് ഈ ജപ്പാനുമായിട്ടുള്ള എന്തോ ഒരു ജപ്പാനിൽ തുരുമ്പിടിച്ച് കിടക്കുന്ന ബോഗിയോ ട്രെയിനോ ഒക്കെ ഇവിടെ കൊണ്ടുവന്ന എവിടെയെങ്കിലും സാധാരണഗതിയിൽ ചെയ്യുന്ന പോലെ എവിടെയെങ്കിലും കൊണ്ടുപോയിട്ട് തുരുമ്പിടിപ്പിച്ച് കളയുക. സ്ഥലം അക്വയർ ചെയ്തുകൊണ്ട് പാർട്ടിക്കും ഇവരുടെ ഗുണ്ടകൾക്കും പാർട്ടിക്കും വേണ്ടിയിട്ട് സ്ഥലം അക്വയർ ചെയ്തുകൊണ്ട് അത് വിൽക്കുക, മറിച്ച് വിൽക്കുക, തുണ്ടമാക്കുക, അതിലിടപാട് നടത്തുക, അങ്ങനെയുള്ള 1-ാം നമ്പർ ആളുകളെ വിഡ്ഢികളാക്കിക്കൊണ്ടുള്ള ഒരു റിയൽ എസ്റ്റേറ്റ് മാഫിയ പ്രോഗ്രാമായിരുന്നു ഈ കേരയിൽ പ്രൊജക്റ്റ്. വന്നിരിക്കും എന്നൊക്കെയാണ് നമ്മുടെ നേതാക്കന്മാർ പറഞ്ഞത്. വരും, ജനങ്ങൾക്ക് മനസ്സിലായി. കിടപ്പാടമില്ലാണ്ട് എവിടെയെങ്കിലും കിടന്നിട്ട് വേണ്ടേ മനുഷ്യന് എന്തെങ്കിലും ഒരു പിച്ചക്കഞ്ഞി അരിമ അടിച്ചിട്ട് കഞ്ഞി കുടിക്കാൻ. അതില്ലാതെ വീടിൻ്റെ നടുക്കൊണ്ടെന്ന് ഇപ്പോഴും അതെ, എത്രയോ പാവങ്ങൾ അതുകൊണ്ട് ബുദ്ധിമുട്ടുന്നു. കുറ്റി കുഴിച്ചിട്ടിട്ടെ അത് വിൽക്കാനും പറ്റില്ല, മേടിക്കാനും പറ്റില്ല. അതിന് ആദ്യം കേരളയിൽ പോകുന്ന ഭാഗം കേരളത്തിനെ വെട്ടിമുറിക്കുക, പാരിസ്ഥിതിക ആഘാതം വരിക, എല്ലാ ഇൻഫ്രാസ്ട്രക്ചറുകളും തകർക്കുക. ഇങ്ങനെ ഒരു ഗവൺമെൻറ് വൃന്ദം വിവരവും വിദ്യാഭ്യാസവും ഇല്ലാതെ തന്നെ രാജ്യദ്രോഹം ചെയ്യും. അതിനുവേണ്ടി ഉദ്യോഗസ്ഥന്മാർ കൂട്ടുനിൽക്കും. ഈ ഉദ്യോഗസ്ഥന്മാരുടെ എല്ലാം മക്കളും കുടുംബക്കാരും എല്ലാം ഭൂരിഭാഗത്തിൻ്റെയും പണക്കാരുടെ എല്ലാം വിദേശത്താണ്. അവരങ്ങോട്ട് സ്ഥലം വിടും. ഇപ്പം തന്നെ പലരും ബുക്ക് ചെയ്തിട്ടുണ്ടാവും നാട് വിടാൻ വേണ്ടിയിട്ട്. അവരുടെ എത്രയോ തലമുറകൾ തിന്നാനുള്ളതാണ് ഉണ്ടാക്കിക്കൊണ്ട് അവിടെ കൊണ്ട് ഇട്ടിരിക്കുന്നത്. വിദേശത്തുള്ള പല വിദേശ രാജ്യങ്ങൾക്കും അതൊരു ബിസിനസ്സാണ്. കള്ളപ്പണം കൊണ്ടുവരിക, അവിടെ കൊണ്ട് സൂക്ഷിക്കുക, അതിന് പലിശയെടുത്ത് അവർ സുഖമായി ജീവിക്കുക. അതൊരു മഫിയ ബിസിനസ്സാണ്. സുഹൃത്തുക്കളെ, ഈ തരത്തിലുള്ള കൊള്ള ആണ് ഇത് ജനങ്ങൾ മനസ്സിലാക്കി. ഇങ്ങനെ ഒരു ഗവൺമെൻറ് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ആത്മഹത്യ പോലും ചെയ്യാൻ പറ്റാത്ത ഗതിയിലേക്ക് വരും. ഇത് നമ്മൾ ലോകത്ത് പല സ്ഥലങ്ങളിലും കണ്ടിട്ടുള്ളതാണ്. ആഫ്രിക്കൻ രാജ്യങ്ങളിലും പല കമ്മ്യൂണിസ്റ്റ് രാജ്യങ്ങളിലും പല എന്ത് കമ്മ്യൂണിസമാണോ ഇത്? AKGയുടെയും BMSൻ്റെയും ഒക്കെ പാർട്ടി ഈ മാതിരി ബൂർഷ പാർട്ടി ആയിക്കൊണ്ട് കൈക്കൂലിയും അഴിമതിയും കക്കുക, മുക്കുക, നക്കുക എന്നുള്ള ഒരു പ്രതിഭാസം കൊണ്ടുവന്നിരിക്കുന്ന ഇവരെ നമ്മൾ എന്താണ് പറയുക സുഹൃത്തുക്കളെ? സുഹൃത്തുക്കളെ, മൂന്നാമത്തെ കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അയ്യപ്പ സ്വർണ്ണക്കൊള്ള. പ്രാചീനമായ ശബരിമലയിലെ സ്വർണം അതിവിദഗ്ധമായി ഇവർക്ക് നോബൽ സമ്മാനം കിട്ടും കളവിന്, ഇത് ആസൂത്രണം ചെയ്ത ആൾക്കാർക്ക്. അതിവിദഗ്ധമായി അയ്യപ്പ ക്ഷേത്രത്തിലെയും ശബരിമലയിലെയും അതേപോലെ ഏതൊക്കെ അമ്പലങ്ങളിൽ അത് കൊള്ളയടിച്ചു എന്ന് ആർക്കറിയാം. പാർട്ടിയിലെ ഉന്നതരായ നേതാക്കളും അവരുടെ സിമ്പന്തികളും പല കള്ളന്മാരായ ഉദ്യോഗസ്ഥന്മാരെയും കൂട്ടുപിടിച്ചുകൊണ്ട് അയ്യപ്പൻ്റെ ദേവാലയങ്ങളിലെ സ്വർണം മോഷ്ടിച്ചു. ഇത് കേരള സമൂഹത്തിൽ ഒരുപാട് അമർഷമുണ്ടാക്കി. അതും കോടതി കേസെടുത്തിട്ട് കേസെന്തായി? കേസ് തന്നെ ഒതുക്കി തീർത്തു. മര്യാദയ്ക്കൊരു അന്വേഷണം നടന്നു. ഉന്നതരായ പാർട്ടിയിലെ ഉന്നതന്മാരാണ് അതിന് ഒത്താശ ചെയ്ത ഉദ്യോഗസ്ഥന്മാരാണ്. അവരെ പിരിച്ചുവിടാനോ അവരെ ശിക്ഷിക്കാനോ ഗവൺമെൻറ് തയ്യാറായില്ല. അങ്ങനെ അതൊരു വളരെയധികം ഗവൺമെൻറ്റിനെതിരായ ഒരു ജനവികാരം രൂപപ്പെടുത്തുന്നതിന് പങ്കുവഹിച്ച ഒരു കാരണമാണ്. ഇങ്ങനെ ഒട്ടനവധി ധാർഷ്ട്യം, അഹന്ത, അഴിമതി, മോഷണം, കളവ്, സ്വജനപക്ഷപാതം, കള്ളക്കമ്പനി, എല്ലാ തരത്തിലും കൊള്ളയടിക്കുക, രാജ്യവും സംസ്ഥാനം കൊള്ളയടിക്കുക. അതിലൊക്കെ ഉപരിയായിട്ട് കമ്മ്യൂണിസ്റ്റ് ഗവൺമെൻറ് അവരുടെ നയം തന്നെ മാറ്റിയിട്ട് അന്ധവിശ്വാസത്തിനും ആഭിചാരത്തിനും കൂട്ടുനിൽക്കുക. ആരൊക്കെയോ കള്ളജ്യോത്സ്യന്മാരും മറ്റുള്ളവരും പറയുന്നതുകൊണ്ടിട്ട് മുഖ്യമന്ത്രി തന്നെ മുഖ്യമന്ത്രിക്ക് പശു വളർത്തലാണോ വളർത്തിയാണോ മുഖ്യമന്ത്രി കഴിയേണ്ടത്? ഒരു അന്ധവിശ്വാസത്തിൻ്റെ ഭാഗമാണ്. ഇതൊക്കെ ആളുകൾക്ക് മനസ്സിലാവും. കറുപ്പ് കണ്ടാൽ പേടി, ചില സ്ഥലത്ത് കറുപ്പ് പറ്റും, ചില സ്ഥലത്ത് പറ്റില്ല. എന്തെല്ലാം പ്രപഞ്ചമായിരുന്നു. ഇതാണ് ഒരു കേരളം പോലെ പ്രബുദ്ധരായ EMSൻ്റെയും AK ഗോപാലിൻ്റെയും ഒക്കെ YMS ഒക്കെ വളർത്തിക്കൊണ്ട് വന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സിദ്ധാന്തം. ഇതെല്ലാം കണ്ട് ജനം പൊറുതിമുട്ടി. അപ്പോൾ ഇതിന് പ്രതികരിക്കാൻ കിട്ടിയ സമയത്ത്, തക്കതായ സമയത്ത് പ്രതികരിച്ചു. ഇത് കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി നശിച്ചു പോകണം അല്ലെങ്കിൽ ഇന്ത്യയിൽ നിന്ന് നശിച്ചു പോകണം എന്ന് ആർക്കും ആഗ്രഹമൊന്നുമില്ല. എല്ലാ ഇസത്തിനും അതിൻ്റെതായ ഗുണങ്ങളും നല്ല വശങ്ങളും ചീത്ത വശങ്ങളുമുണ്ട്.
എന്നാലും ഇതുമാതിരിയുള്ള നോക്കുകൂലി, എന്തൊക്കെ പ്രസ്ഥാനമാണ് നോക്കുകൂലി. പണിയെടുക്കില്ല, നോക്കി നിൽക്കുന്നവന് കൂലി കൊടുക്കുക. അതേപോലെ ഒരു വെറും കള്ളത്തരവും പ്രൊപ്പഗണ്ടയും മാത്രം. ഇതൊക്കെ കൊണ്ട് ജനം പൊറുതിമുട്ടി. നല്ലവരായ കമ്മ്യൂണിസ്റ്റുകാരെല്ലാം മാറി ചിന്തിച്ചതിൻ്റെ ഫലമാണ്. അല്ലാണ്ട് UDFിൻ്റെയോ കോൺഗ്രസിൻ്റെയോ വലതുപക്ഷ വോട്ട് കൊണ്ടൊന്നും അല്ല ഇത്രയും സീറ്റ് കിട്ടിയത്. അത് നമ്മുടെ വലതുപക്ഷ നേതാക്കന്മാർ മനസ്സിലാക്കിയാൽ നല്ലത്. ആരാണെങ്കിലും ജനങ്ങളെ മറന്ന് ജനാധിപത്യത്തിനെതിരെ സ്വന്തം ആധിപത്യം അല്ലെങ്കിൽ സ്വന്തം കാര്യം മാത്രം നോക്കിക്കൊണ്ടിട്ട് ഉള്ള ഭരണം നടത്തിക്കഴിഞ്ഞാൽ ഇതായിരിക്കും അനുഭവമെന്ന് എല്ലാവർക്കും അറിയാം. എല്ലായിടത്തും നമ്മളിത് കണ്ടിട്ടുള്ളതാണ്. ഇങ്ങനെ ഭരിച്ചു മുടിച്ച അതിനൊരു മാറ്റം വേണമെന്നുള്ള ആഗ്രഹത്തോടെ, ഒരു നിശ്വാസത്തോടെയാണ് ഭൂരിഭാഗം ജനങ്ങളും ഇപ്പോൾ ഈ ഭരണമാറ്റത്തെ കാണുന്നത്. ബംഗാളിൽ ഇത് തന്നെ സ്ഥിതി. അടുപ്പിച്ചു ഭരിച്ചു. ഒരൊറ്റ വ്യക്തിയുടെ ധാർഷ്ട്യം, അഹന്ത, ജനങ്ങൾ മാറി ചിന്തിച്ചു. അവിടെയും മാറി, തൊട്ട് അയൽവക്കത്തും മാറി. അതോടെ എന്താണ് കാരണങ്ങൾ എന്നുള്ളതൊക്കെ പഠിക്കേണ്ടിയിരിക്കുന്നു. പക്ഷെ നമ്മുടെ കേരളത്തിൽ ഇവർ എന്ത് വന്നാലും പഠിക്കും എന്ന് പറഞ്ഞ് കുറച്ച് വാചകങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട്. പക്ഷെ പഠിത്തമൊന്നും കാണുന്നില്ല. ഇതിനൊക്കെ ഒരു മാറ്റം വന്നേ. എന്തായാലും പുതിയ ഗവൺമെൻറ്റിനെ എല്ലാവിധ ഭാവങ്ങളും നേരുന്നു. എത്രയും പെട്ടെന്ന് ഗവൺമെൻറ് ഉണ്ടായി ഒരു വ്യക്തി അധിഷ്ഠിതമല്ലാതെ ജനാധിപത്യ രീതിയിൽ നാടിന് നന്മയുണ്ടാകട്ടെ, നല്ല വിദ്യാഭ്യാസം ഉണ്ടാകട്ടെ. നമ്മുടെ നാട്ടിൽ നിന്ന് ലക്ഷക്കണക്കിന് കുട്ടികളാണ് വിദേശത്ത് പോയി അടിമപ്പണി ചെയ്യുന്നത്. അവരൊക്കെ തിരിച്ചു വരുവാനും നല്ലൊരു വിദ്യാഭ്യാസം ഉണ്ടാകാനും വിദ്യാഭ്യാസ പുരോഗതി ഉണ്ടാകാനും നമ്മുടെ സ്കൂളുകളും കോളേജുകളും ഒക്കെ രാഷ്ട്രീയ വിമുക്തമാക്കിക്കൊണ്ട് നല്ല രീതിയിൽ നാടിന് നന്മയുണ്ടാകട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം. അങ്ങനെ ഉണ്ടാകട്ടെ. നന്ദി, നമസ്കാരം സുഹൃത്തുക്കളെ. ഐ ആം ക്യാപ്റ്റൻ ഗ്രാൻഡ് മാസ്റ്റർ ഷാജി മാത്യു. ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു. ഔട്ട്.